ഹായ് മക്കളെ, ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ അതിനു മുമ്പ് ഞാനൊരു സോറി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കീമിൻ്റെ എക്സാം സെൻറ്റർ വളരെ ദൂരെയായി എന്നുള്ള കേസിൽ അജാസ് സർ ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് വേറെ ചില ചാനലിൻ്റെ കമൻറ്റിലൊക്കെ കണ്ടു. വേറെ ഒന്നും കൊണ്ടല്ലടാ, അതായത് ഇത്തവണത്തെ ഈ എക്സാം സെൻറ്റർ മാറി എന്ന് പറഞ്ഞ് 2-3 കുട്ടികൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ 3 കുട്ടികൾ, ഒരാൾ പത്തനംതിട്ടയാണ്, മറ്റൊരാൾ തിരുവനന്തപുരമാണ്, ഒരാൾ കോഴിക്കോടാണ്. ഇവർക്കൊക്കെ വളരെ ദൂരെയുള്ള സെൻറ്ററാണ് കിട്ടിയത്. പത്തനംതിട്ടക്കാരിക്ക് മലപ്പുറത്താണ് കിട്ടിയത്, തിരുവനന്തപുരത്തുകാരന് തൃശ്ശൂരാണ് കിട്ടിയത്, കോഴിക്കോടുകാരന് എറണാകുളമാണ് കിട്ടിയത്. ഓക്കെ, അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു സോഫ്റ്റ്വെയറിൽ എന്തോ ഒരു ബഗ്ഗാണെന്നത്. കാരണം എന്താ, ഞാനൊരു ഡെവലപ്പറായിരുന്നു, ഇതിനേക്കാൾ വലിയ ബഗ്ഗൊക്കെ ഞാനന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചാണ്. ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്തപ്പം വളരെ ആശ്വാസകരമായ വാർത്തയാണ് എനിക്ക് കിട്ടിയത്. ഈ 3 ആൾക്കാർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, സെൻറ്റർ മാറി കിട്ടിയിട്ടുണ്ട്. അതായത് ഇന്നലെ രാത്രിയോടുകൂടി പലർക്കും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു സെൻറ്റർ റീ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഞാൻ തെളിവ് സഹിതം കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് നോക്കാം, ഈ കുട്ടിയുടെ കേസ് നോക്കാം. അതായത് അഞ്ജന എന്നാണ് പേര്. ബാക്കി പ്രൈവസി നഷ്ടപ്പെടാതിരിക്കാൻ ബാക്കി പല കാര്യങ്ങളും ഞാൻ ഹൈഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവളുടെ വീട് പത്തനംതിട്ടയാണ്. ആൻഡ് ആദ്യത്തെ ദിവസം സെൻറ്റർ അലോട്ട് ചെയ്തപ്പോൾ കിട്ടിയത് MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുറ്റിപ്പുറം മലപ്പുറത്താണ്. അതായത് പത്തനംതിട്ട മലപ്പുറമായിരുന്നു കിട്ടിയത്. പക്ഷേ ഇന്നലെ രാത്രി വീണ്ടും സെൻറ്റർ റീ ഇഷ്യൂ ആയിട്ടുള്ളത് വന്നപ്പം പത്തനംതിട്ടക്കാരിക്ക് മംഗളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയം തന്നെ കിട്ടിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ്, വീടിന് ഒത്തിരി ദൂരമില്ല എന്നാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ആൾക്കാർക്കും. അപ്പം നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഒന്നും കൂടെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ ദൂരെയുള്ള ആൾക്കാർക്കൊക്കെ സെൻറ്റർ മാറിയിടണം. പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, എക്സാമിൻ്റെ ഡേറ്റും മാറിയിട്ടുണ്ട് കേട്ടോ. 7-ാം തീയതി ആയിരുന്ന എക്സാം, രാവിലെ 7:30ക്കുള്ള എക്സാം എന്താ സംഭവിച്ചത്, 8-ാം തീയതി 11:30 മാറിയിട്ടുണ്ട്. ഇതും കൂടെ എന്ത് ചെയ്യണം, റിപ്പോർട്ടിംഗ് ടൈം ആട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. 2 മണി മുതൽ 5 മണി വരെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് എക്സാമിൻ്റെ ടൈം. അതായത് റിപ്പോർട്ടിംഗ് ടൈം 7:30ക്കും രാവിലെ 10 മണിക്ക് തുടങ്ങേണ്ടിയിരുന്ന എക്സാം ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്കിത് എക്സാം സെൻറ്റർ നോക്കുക, എന്നിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സെൻറ്റർ കിട്ടി എന്നുള്ളത്. അതായത് വീടിൻ്റെ അടുത്ത് 20 മിനിറ്റ് എന്നല്ല കേട്ടോ. നിങ്ങളുടെ JEEക്കും നീറ്റിനൊക്കെ എങ്ങനെയാണോ ഒരേ ജില്ലയിൽ, പരമാവധി ഒരേ ജില്ലയിൽ, അല്ലെ 2 മണിക്കൂറോ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്താൻ പറ്റുന്ന സ്ഥലത്താണ് കിട്ടാറുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം സെൻറ്റർ കിട്ടിയിട്ടുണ്ടോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇനി ഇതിൻ്റെ മറ്റൊരു പാർട്ടും കൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതായത് ഏറ്റവും ഫസ്റ്റ് ഈ സെൻറ്റർ മാറിയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ കേരളത്തിൽ എന്ത് സീറ്റ് ഇല്ലാത്തപ്പോൾ ഉണ്ടാകുന്ന സെയിം ആരോപണം തന്നെയാണ് പറഞ്ഞത്. മലബാറിനോടുള്ള അവഗണന, മലബാറിൽ സീറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ട് പോയെന്നുള്ളത്. പക്ഷേ ആ ഒരു ആരോപണത്തിന് എത്രത്തോളം റിയാലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, അത് കേൾക്കുന്ന വേറൊരാൾക്ക് തോന്നുന്നതാ അവിടെ സീറ്റ് കൊടുക്കാല്ലാണ്ട് എന്താ വെച്ചാൽ ഉള്ളെടുത്ത് പോയി എഴുതണ്ടേന്ന് തന്നെയാണല്ലേ നമ്മളൊക്കെ വിചാരിക്കുക, അല്ലേ? പക്ഷേ അതായിരുന്നില്ല. കാരണം എന്നെ വിളിച്ചതിൽ 3-ൽ 2 ആൾക്കാരും സൗത്തിലുള്ള ആൾക്കാരായിരുന്നു. അവർക്കൊക്കെ നോർത്തിലോട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. തിരുവനന്തപുരത്തും പത്തനംതിട്ടയുള്ള ആൾക്കാർക്ക് തൃശ്ശൂരും മലപ്പുറമാണ് കിട്ടിയിട്ട്. അപ്പം അത് പ്യോർലി ഒരു സോഫ്റ്റ്വെയർ ബഗ്ഗായിരുന്നു. ആൻഡ് ഈ സോഫ്റ്റ്വെയർ ബഗ് ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത്. പക്ഷെ എന്നാലും എന്ത് ചെയ്യണം, നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും ഇത് വന്നിട്ടുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ എന്താണ്, വീണ്ടും നമ്മൾ കത്തിക്കുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഒരു കാര്യം പറയാതെ വയ്യ, കീംസ് തുടങ്ങിയത് മുതൽ അബദ്ധങ്ങൾ, അനാസ്ഥയുടെ ഒരു ഒരു നിര തന്നെയായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, എല്ലാവരും പോർഷൻസ് ഡിലീറ്റ് ചെയ്യും. ഇപ്പോൾ കീം പോർഷൻ ഡിലീറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഏകദേശം 1 മാസമാണ് വിദ്യാർത്ഥികളെ മുൾമുനയിൽ നിർത്തിയത്. അതായത് മെയ് 5-ന് ശേഷം എങ്ങനെയാണ് വന്നത് ഡിലീറ്റഡ് പോർഷൻ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ സിലബസ്. അത്രയും കാലം വിദ്യാർത്ഥികളായിക്കോട്ടെ, പിന്നെ അതേപോലെ അവർക്ക് കോച്ചിങ് കൊടുക്കുന്ന സെൻറ്റേഴ്സൊക്കെ ആയിക്കോട്ടെ, പഠിക്കണോ വേണോ എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പോൾ സെൻറ്ററിൻ്റെ കേസിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയ പാനിക്ക് വളരെ ചെറുതൊന്നല്ല. കാരണം 29-ാം തീയതി എങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്തത്, സെൻറ്റർ അലോട്ട് ചെയ്തത്. പത്തനംതിട്ടുള്ള ഒരാൾക്ക് മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. യാത്ര അറേഞ്ച് ചെയ്യണം, ഒരാഴ്ച കൊണ്ട് അറേഞ്ച് ചെയ്യാൻ മാത്രമുള്ള സീറ്റൊന്നും എന്തില്ല. നിങ്ങൾക്ക് സെൻറ്റർ ഒപ്പിക്കാൻ പറ്റില്ല. അതിലും കഷ്ടമാണ് ഇന്ത്യൻ റെയിൽവേയുടെ അവസ്ഥ. ഒരു രീതിയിലും സീറ്റ് കിട്ടൂലായിരുന്നു. തത്കാലം ബുക്ക് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇത് വീണ്ടും സെൻറ്റർ മാറി. ഇനി എനിക്ക് നല്ല ഡൗട്ടുണ്ട്, നിങ്ങൾ എഴുതി വെച്ചോ, എക്സാം കൊളാവാനുള്ള ചാൻസ് നല്ല ഡൗട്ടുണ്ട്. ആദ്യമായിട്ടാണ് CBT എക്സാം എഴുതുന്നത്.
നടത്തുന്നത് നിങ്ങൾ. അതുകൊണ്ട് തന്നെ എന്താ മിക്കവാറും കമ്പ്യൂട്ടറോ സെർവറോ ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ്. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം കുട്ടികളുടെ ഭാവിയാണ്. JEE കിട്ടാത്ത കുട്ടികൾ മാത്രമല്ല കീം എഴുതുന്നത്, JEE പോലത്തെ വളരെ ടഫായിട്ടുള്ള ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാമിന് കോച്ചിങ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളും കൂടെ ഉണ്ട്. എങ്ങനെയെങ്കിലും എന്താണ് നല്ലൊരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ കയറിയിട്ട് കുടുംബം രക്ഷപ്പെടുത്തണം എന്ന് കരുതുന്ന ഒരുപാട് മക്കൾ എഴുതുന്ന എക്സാമാണ്. കൊളാക്കരുത്, അത്രേ പറയാനുള്ളൂ. സോ വേഗം എന്ത് ചെയ്യുക, മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക.